ബാക്ക് ടു RP സ്ലൈസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചിയുടെ കണ്ടിന്യൂഷൻ ഓഫ് കെമിസ്ട്രി ആണ്. ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനുമായിട്ടാണ്. ഇന്ന് നമുക്ക് ഷെൽ എന്താണെന്നും സബ് ഷെൽ എന്താണെന്നൊക്കെ പരിചയപ്പെടാം. അതുകൂടെ എങ്ങനെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യാമെന്നും പരിചയപ്പെടാം. ഞാനിവിടെ ഒരു ആറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം 3Dയിലാണ് ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യണേ. ഇവിടെ ഞാൻ 2D റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ആറ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതായത് ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഈ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തിട്ട് എനർജി ലെവൽസ് ഉണ്ട്, അഥവാ ഷെൽസ് ഉണ്ട്, എനർജി ലെവൽസ് ഉണ്ട്. ആ എനർജി ലെവൽസിൽ എന്തുണ്ട്? സറൗണ്ട് ചെയ്തിട്ട്, അതായത് എനർജി ലെവൽസിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ആറ്റത്തിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, പിന്നെ എന്താണ്? ന്യൂട്രോൺസും കാണപ്പെടുന്നു. ഷെൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഷെൽ എന്തെന്ന് പറയാമെന്ന്. അതായത് ഞാൻ എന്ത് പറഞ്ഞു? ഒരാറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ആറ്റത്തിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എന്തിൽ റിവോൾവ് ചെയ്തിട്ടുണ്ട്? എനർജി ലെവൽസിൽ റിവോൾവ് ചെയ്തിട്ടുണ്ട്. ആ എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഷെൽ എന്ന് പറയുന്നത്. അതായത് ഷെൽ എന്ന് പറഞ്ഞാൽ എനർജി ലെവൽസ് ആണ് ഷെൽ. അതായത് എന്താണ്? ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? എനർജി ലെവൽസിലാണ്. ഈ എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ എനർജി ലെവൽസ് നമ്മൾ എന്ത് പറഞ്ഞു? ഷെൽ എന്ന് പറഞ്ഞു. ഷെല്ലിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. KLMN അങ്ങനെ എക്സെട്ര കുറേ ഉണ്ട്. അതായത് KLMN, K ഷെൽ, L ഷെൽ, M ഷെൽ, N ഷെൽ. ഓക്കെ, അതായത് ഈ എനർജി ലെവൽസിൽ മാത്രം നമ്മൾ 3D ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ഈ എനർജി ലെവൽസിന്റെ പിന്നെയും എന്താണ്? സബ് എനർജി ലെവൽസ് ഉണ്ട്. അതായത് ഒരു എനർജി ലെവൽസിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസിൽ കുറെ ഇന്നർ എന്താണ്? സബ് എനർജി ലെവൽസ് ഉണ്ട്. ഇൻ ഈച്ച് എനർജി ലെവൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ഈച്ച് സബ് എനർജി ലെവൽസ്. അതായത് ഈ എനർജി ലെവൽസിൽ കൂടുതലായിട്ട് ഉള്ളിൽ എന്താണ്? ഉള്ളിലോട്ട് പോകുന്നതിനനുസരിച്ച് സബ് എനർജി ലെവൽസ് ഉണ്ട്. ആ സബ് എനർജി ലെവൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ഷെൽ എന്ന് പറയുന്നത്. ഷെല്ലിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞു KLMN, സബ് ഷെൽ. അതായത് എന്താണ്? ഈ ഷെല്ലിൽ എന്തുണ്ട്? സബ് ഷെൽ ഉണ്ട്. ആ സബ് ഷെൽ റെപ്രസെന്റേഷൻ നടത്തുന്നത് SPDF. സബ് ഷെൽ SPDF. ഈ S എന്തിനെ സൂചിപ്പിക്കുന്നു? ഷാർപ്പ്, P പ്രിൻസിപ്പാൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെന്റൽ. അതായത് സ്പെക്ട്രൽ പ്രോപ്പർട്ടി. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സ്പെക്ട്രം നമുക്ക് കാണാൻ പറ്റും. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്ര ഉണ്ട്, NMR സ്പെക്ട്ര ഉണ്ട്. ആ സ്പെക്ട്രത്തിലെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. S ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെന്റൽ. ഇതാണ് സബ് ഷെൽസ്. ഇനി സബ് ഷെൽസിൽ ഇലക്ട്രോൺസ് അതായത് ഇലക്ട്രോൺസിനെ കാണപ്പെടാൻ സാധ്യതയുള്ള റീജിയൻസ് ഉണ്ട്. അതായത് ആദ്യം പറഞ്ഞു ഷെൽ എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുള്ള എനർജി ലെവൽസ് ആണ്. ഈ എനർജി ലെവൽസിൽ പിന്നെയും എന്താണ്? എനർജി ലെവൽസ് ഉണ്ട്, സബ് എനർജി ലെവൽസ് ഉണ്ട്. അതിനെയാണ് സബ് ഷെൽ എന്ന് പറയുന്നത്. ആ സബ് ഷെല്ല് SPDF. അതുകൂടാതെ ഈ സബ് ഷെൽസിൽ മാക്സിമം പ്രോബബിലിറ്റി, നമുക്കറിയാം ഒരു പ്രോബബിൾ ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്തിനാണ് പ്രോബബിൾ എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, അതായത് ഇൻ ദിസ് subshell there are a region where there is a high probability of finding electrons. ആ റീജിയൻ ആണ് നമ്മൾ പറയുന്നത് ഓർബിറ്റൽ. ഞാൻ പറഞ്ഞു ഷെൽ എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സ്ഥലം. അതിലെന്താണ്? സബ് എനർജി ലെവൽസ് ഉണ്ട്. അതാണ് സബ് ഷെൽ. ഈ സബ് ഷെൽസിൽ ഇലക്ട്രോൺസ് മാക്സിമം കാണപ്പെടാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി, അതായത് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റൽ എന്ന് പറയുന്നത്. അത് ഒരു ഓർബിറ്റിൽ എന്താണ്? മാക്സിമം ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ആണ്. മാക്സിമം ഓർബിറ്റിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. S സബ് ഷെൽസ്, P സബ് ഷെൽസ്, D സബ് ഷെൽ, F സബ് ഷെൽ. അതായത് ഈ സബ് ഷെൽ എന്തുണ്ട്? ഓർബിറ്റൽസ് ഉണ്ട്. S എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്. സ്ഫെറിക്കൽ ഷേപ്പ് മാത്രമല്ല, അതിൽ എത്ര ഓർബിറ്റൽസ് കാണപ്പെടുന്നു? ഒരു ഓർബിറ്റൽ. ഞാൻ പറഞ്ഞു ഒരു ഓർബിറ്റിൽ മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്? 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ S സബ് ഷെൽസിൽ ഒരു ഓർബിറ്റിലേ ഉള്ളൂ. ഒരു ഓർബിറ്റിൽ ഉള്ളത് കൊണ്ട് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും? 2 ഇലക്ട്രോൺസ്. നെക്സ്റ്റ് P ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. P
സബ്ഷെല്ലിൽ നമ്പർ ഓഫ് ഓർബിറ്റൽ എത്രയാണ്? അതായത് പി നമുക്ക് നോക്കാം. പി ഇതാണ് പി. ഈ പിയിൽ എന്താണ് നമ്പർ ഓഫ് ഓർബിറ്റൽ, അതായത് നമ്പർ ഓഫ് ഓർബിറ്റൽ 3 ഓർബിറ്റലാണുള്ളത്. ഒരു ഓർബിറ്റലിൽ നമുക്ക് എത്ര 2 ഇലക്ട്രോൺസ് മാക്സിമം ആണ്. പിന്നെ എന്താണ് അടുത്ത ഓർബിറ്റൽ, അതായത് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് കാണപ്പെടുന്നു? 6 ഇലക്ട്രോൺസ് ആണ് പി ഓർബിറ്റൽസ് കാണപ്പെടുന്നത്. ഞാനിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ടും താഴോട്ടും ആണ് ആരോ വരച്ചിട്ടുള്ളത്. അത് ചില പ്രിൻസിപ്പിൾസ് വഴിയാണ് ഇലക്ട്രോൺസ്, അത് പ്രിൻസിപ്പിൾ വഴിയാണ് എന്താണ് ഇലക്ട്രോൺസ് എന്തിൽ ഫില്ല് ചെയ്യേണ്ടത്? സബ്ഷെൽസിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഡി സബ്ഷെൽസ് ആണ്. ഡി സബ്ഷെൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 5 ഓർബിറ്റൽ. അതായത് 5 ഓർബിറ്റൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 5 ഓർബിറ്റൽ ഉണ്ട്. ഈ 5 ഓർബിറ്റൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10. അതായത് ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ 5 ഓർബിറ്റൽ എന്താണ്? 5 × 2 10. ഇനി എഫ് സബ്ഷെല്ലിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഓർബിറ്റൽ 7 ആണ്. 7 ആണെങ്കിൽ നമുക്കറിയാം 7 × 2 അതായത് 7. 7 നമുക്കിങ്ങനെ വരച്ചാൽ 7 ഉണ്ട്. അപ്പോൾ 7ലും 2 ഇലക്ട്രോൺസ് കാണപ്പെടും. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 7 × 2 14. ഞാൻ പറഞ്ഞു എസ്സിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 1 ഓർബിറ്റലേ ഉള്ളൂ. 1 ഓർബിറ്റൽ ആയതുകൊണ്ട് മാക്സിമം ഇലക്ട്രോൺസ് 2 ആണ്. പിയിൽ എന്താണ് മാക്സിമം ഓർബിറ്റൽ 3 ആയതുകൊണ്ട് ഇലക്ട്രോൺസ് എത്രയാണ്? 6 ആണ്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ്, ടോട്ടൽ 6 ഇലക്ട്രോൺസ്. ഡിയിലോ ആണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഓർബിറ്റൽ 5 ആണ്, മാക്സിമം ഇലക്ട്രോൺസ് 10 ആണ്. ഇനി എഫ് സബ്ഷെല്ലിലാണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഓർബിറ്റൽ 7 ആണ്, മാക്സിമം ഇലക്ട്രോൺ 14 ആണ്. ജസ്റ്റ് നമുക്ക് ഓർബിറ്റൽ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ഇലക്ട്രോൺസ് ആ സബ്ഷെല്ലിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അഥവാ ആ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഷെല്ല് പറഞ്ഞാൽ എത്ര? കെ, എൽ, എം, എൻ ഷെല്ലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ആ ഷെല്ലിൽ എന്തുണ്ട് പറഞ്ഞു? സബ് എനർജി ലെവൽസ് ഉണ്ട്, അഥവാ സബ് ഷെൽസ് ഉണ്ട്. അതായത് കെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ, അതായത് എസ് സബ് ഷെൽ. കെയിൽ എസ് സബ് ഷെൽ. കെ ഒന്നിനെയാണ് കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് കെ എന്താണ്? ഒന്നാമത്തതാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ആറ്റം എടുത്ത് നോക്കിയാൽ ആറ്റത്തിൽ ആദ്യം വരുന്ന എന്താണ് എനർജി ലെവലാണ് കെ. ആ കെ ലെവലിലാണ് എന്തുള്ളത്? എസ് സബ് ഷെല്ല്. കെ എന്താണ്? ഒരു എസ് സബ് ഷെല്ലുണ്ട്. ഇനി എന്താണ്? എൽ. രണ്ടാമത്തെ എനർജി ലെവലാണ് എന്ത് പറഞ്ഞത്? എൽ എന്ന് പറഞ്ഞത്. ആ എല്ലിൽ സബ് എനർജി ലെവൽസ് ഏതെല്ലാം ഉണ്ട്? എസും പി 2 എനർജി ലെവൽസ് ഉണ്ട്. എസും പി സബ് ഷെൽസ് ഉണ്ട്. ഇനി എം 3 ആണ്, അടുത്ത എനർജി ലെവലാണ്. അതിൽ എത്രയുണ്ട്? 3 എണ്ണം. എസും പിയും ഡി സബ് ഷെൽ. അത് ഞാൻ പറഞ്ഞു എനർജി ലെവൽസിൻ്റെ ഉള്ളിൽ സബ് എനർജി ലെവൽസ് ഉണ്ട്. ആ സബ് എനർജി ലെവൽസ് ആണ് സബ് ഷെൽ എന്ന് പറയുന്നത്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഷെല്ലിൻ്റെ എനർജി ലെവൽ എന്താണ്? സബായിട്ട് കാണപ്പെടുന്ന, ഉള്ളിൽ കാണപ്പെടുന്ന എന്താണ് എനർജി ലെവൽസ് ആണ് സബ് ഷെൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എൻ 4 വരുന്ന സമയത്ത് എന്തുണ്ട്? 4 എണ്ണം ഉണ്ട്. 4 എണ്ണം. എസ്, പി, ഡി, എഫ്. അത് നമുക്ക് എങ്ങനെ എടുക്കാം? എസ്സിൽ, അതായത് എസ് എന്തിലാണ്? കെയിൽ 1 മാത്രമേ ഉള്ളൂ. എല്ലിൽ എന്തുണ്ട്? 2 ഉണ്ട്. ഈ എനർജി നമുക്ക് നോക്കി. ഇപ്പോൾ 1ൽ എന്തുണ്ട്? 1 മാത്രമേ ഉള്ളൂ. അതായത് 2. നമുക്കിതിൽ നിന്ന് ഷെല്ല് അറിഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ എത്ര സബ് ഷെൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെ? ഒന്നാമത്തെ എന്താണ്? ഷെല്ല് കെ ആണ്. കെയിൽ എത്ര സബ് ഷെല്ലുണ്ട്? ഒരു സബ് ഷെല്ല്. എൽ എന്താണ്? 2 ആണ്. അപ്പോൾ അതിൽ എത്ര ഉണ്ടാവും? 2 എണ്ണം. അത് എസും പിയും. പിന്നെ മൂന്നാമത്തത് എസ്, പി, ഡി. അത് നമുക്കറിയാം എനർജി ലെവൽ പ്രകാരം എസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പി ആണ്, പിന്നെ ഡി ആണ്, പിന്നെ എഫ് ആണ്. അപ്പോൾ ആദ്യത്തേൽ എന്താണ്? എസ് വന്നു. പിന്നത്തേൽ എന്താണ്? എസും പിയും വന്നു. 2 ആയതുകൊണ്ട് എസും പിയും വന്നു. പിന്നെ മൂന്നാമത്തേൻ്റെ കേസിൽ 3 വന്നു. എന്താണ്? 3 ആയതുകൊണ്ട് അതിൻ്റെ എണ്ണം 3 ആയതുകൊണ്ട് മൂന്നാമത്തെ എനർജി ലെവൽ ആയതുകൊണ്ട് 3 എണ്ണം. എസും പിയും ഡിയും വന്നു. പിന്നത്തെ എന്താണ്? 4ൻ്റെ കേസിൽ എന്താണ്? എസ്, പി, ഡി, എഫ് ആണ്. അപ്പോൾ ഒന്നിൽ മാത്രമേ എന്തുള്ളൂ? ഒരു സബ് ഷെല്ലുള്ളതുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്? ഒന്നിൽ കൂടുതൽ സബ് ഷെല്ല് കാണപ്പെടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതിനൊന്ന് റെപ്രസെൻറ്റ് ചെയ്താലോ? കെ 1 ആണ്. അപ്പോൾ 1ൽ എസ്, 1s, അതായത് 1ൽ എസ് ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? സബ് ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി എൽ 2 ആയതുകൊണ്ട് 2ൽ എന്തെല്ലാം ഉണ്ട്? എസും പിയും സബ് ഷെല്ലുണ്ട്. 2s, 2p. പിന്നെ 3ൽ എന്താണ്? എസും പിയും ഡിയും ഉണ്ട്. അപ്പോൾ 3s, 3p, 3d. അതായത് 3s, 3p, 3d. എന്താണ്? n = 4 ആകുമ്പോൾ 4s, 4p, 4d, 4f. ഇനി നമുക്ക് ഇലക്ട്രോൺസ് നോക്കാം. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവാം? അതായത് ഒരു ഷെൽ മാത്രമേ ഉള്ളൂ.
ഒരു ഷെല്ലേ ഉള്ളൂ, ഒരു ഓർബിറ്റൽ. എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എത്ര ഓർബിറ്റലാണുള്ളത്? ഒരു ഓർബിറ്റലാണ്. ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം? 2 ഇലക്ട്രോൺസ് മാക്സിമം. അപ്പോൾ കെയിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ഉള്ളത്? 2 ഇലക്ട്രോൺസ്. ഇനി എല്ല് നോക്കാം. എല്ല് എന്താണ്? 2 സബ്ഷെൽസ് ഉണ്ട്. എസ്സിൽ നമുക്കറിയാം എത്ര ഇലക്ട്രോൺസ്, എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഓർബിറ്റലാണ്. ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് പറഞ്ഞു? 2 ഇലക്ട്രോൺസ് ഉണ്ട് പറഞ്ഞു. പിയിലാണെങ്കിൽ എന്താണ്? 3 ഓർബിറ്റൽ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ 3 ഓർബിറ്റിലാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 3 × 2 6 ഇലക്ട്രോൺസ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6 + 2 8 ഇലക്ട്രോൺസ് ആണ് എന്തിലുള്ളത്? എൽ ഷെല്ലിലുള്ളത്. ഇനി എം ഷെല്ല് നോക്കാം. എം ഷെല്ലിൽ എസ് ഞാൻ പറഞ്ഞു, എസ്സിൽ എത്രയാണ്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. പിയിൽ എന്താണ്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഡി എന്ത് പറഞ്ഞു? ഡിയിൽ 5 ഓർബിറ്റിലാണ്. 5 ഓർബിറ്റിലായതുകൊണ്ട് 5 × 2 10 ഇലക്ട്രോൺസ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാം? 2 + 6 + 10, ദാറ്റ് ഈസ് ടോട്ടൽ 18 ഇലക്ട്രോൺസ് ആണ് എം ഷെല്ലിലുള്ളത്. ഇനി എൻ ഷെല്ല് നോക്കാം. എൻ 4 ആയതുകൊണ്ട് ഒരു ഓർബിറ്റിൽ കൂടെ അഡീഷണൽ വന്നു, 4f ആണ്. അപ്പോൾ 4f വന്നു, അതുകൊണ്ട് എഫിൽ എത്രയുണ്ട്? 14 ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്ക് കൗണ്ട് ചെയ്യാം. എസ്സിൽ എത്രയുണ്ട്? 2. പിയിൽ എത്രയുണ്ട്? 2 × 3 6. ഡിയിൽ എത്രയുണ്ട്? 5 × 2 5 × 2 10 ആണ്. എഫിൽ എന്താണ്? 7 × 2 14. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 32 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി. നമുക്ക് ജസ്റ്റ് എന്ത് മനസ്സിലാക്കാം? ഷെൽ എന്തെന്ന് പറയാം. ഷെൽ ഏത് ഷെല്ലാണെന്ന് ആദ്യം നോക്കാം. കെ ഷെല്ലാണോ, എൽ ഷെല്ലാണോ, എം ഷെല്ലാണോ, എൻ ഷെല്ലാണോ നോക്കാം. കെ ഷെല്ലുണ്ടാണെങ്കിൽ എത്രാമത്തെയാണ്? ഒന്നാമത്തെയാണ്. ഒന്നാമത്തെ ആയതുകൊണ്ട് തന്നെ അതിൽ എത്രയേ ഉണ്ടാവത്തുള്ളൂ? ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സബ് ഷെല്ലാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവത്തുള്ളൂ? എത്രയോ? എസ് ആണെങ്കിൽ അതിലെന്താണ്? ഓർബിറ്റിൽ 1 ആണ്. ഓർബിറ്റിൽ 1 എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 ഇലക്ട്രോൺസ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ എല്ലാകുമ്പോൾ 2 വന്നു. 2 ആകുമ്പോൾ അതിലെത്ര? എസും പിയും വന്നു. എസും പിയും വന്ന ടോട്ടൽ ഇലക്ട്രോൺസ് എത്ര വന്നു? 8 വന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്ന ഐഡിയ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്താ ഷെല്ലും സബ് ഷെല്ലും മനസ്സിലാക്കി, എത്ര ഇലക്ട്രോൺസ് എന്ന് മനസ്സിലാക്കി, റെപ്രസെൻറ്റേഷനും മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം അത് നോക്കാം. ആദ്യം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. എന്നത് വെച്ചിട്ട് ഇന്നത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഏതാണ് ആ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ. അതാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനുള്ള മെയിൻ. അതായത് സബ് ഷെല്ലിൽ എങ്ങനെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യാം അതെന്ത് പറയുന്നു? ഓഫ് ബോ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് an atom or ion, electron fill atomic orbital of the lowest available energy level before occupying higher level. അതായത് ആദ്യം എന്താണ്? എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് സബ് ഷെല്ലിൽ. അതായത് ആദ്യം ലോവസ്റ്റ് എനർജി ലെവൽസുള്ള, ഇപ്പോൾ നമ്മൾ 1s-ഉം 2s-ഉം എടുത്തു നേരിക്കാം. ഈ 1s-ഉം 2s ഞാൻ പറഞ്ഞു എനർജി കൂടുന്നത്. ഇപ്പോൾ ഈ വാല്യൂ ഇതെന്താണ്? n = 2. അതായത് n = 2. n = 2. n = നമ്മൾ ഈ n പറയുന്നത് n ഒരു ക്വാണ്ടം നമ്പറാണ്. n = പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഈ പ്രിൻസിപ്പൽ അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് എന്ന് പറയുന്നത്. ഈ n എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഷെല്ല്. എത്രാമത്തെ ഷെല്ലാണ് അതാണ് n സൂചിപ്പിക്കുന്നത്. ഈ n നമുക്ക് കിട്ടിയാൽ നമുക്കറിയാം n കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? എനർജി വാല്യൂ കൂടും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം n-ൻ്റെ വാല്യൂ നോക്കാം. n-ൻ്റെ വാല്യൂ കൂടുതലാണ് കുറവാണോ നോക്കാം. ഇപ്പോൾ കുറവും കൂടുതൽ എടുത്ത് നോക്കിയാൽ കൂടുതൽ എന്തായിരിക്കും? എനർജി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ത് പറയുന്നു? അതായത് ആദ്യം നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ട സബ്ഷെൽ ഏതിലാണ്? എനർജി കുറവുള്ളതാണ്. അപ്പോൾ അതിനെന്ത് കുറവായിരിക്കും? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ എന്തായിരിക്കും? n-ൻ്റെ വാല്യൂ കുറവായിരിക്കും. അതിനുശേഷം നമ്മൾ പോകുന്നത് എന്താണ്? പിന്നെ നമ്മൾ നോക്കണം എന്താണ്? n-ൻ്റെ വാല്യൂ കുറവോ കൂടുതലോ നമുക്ക് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? എനർജി ലെവൽസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. അതിനൊരു ഓർഡർ ഉണ്ട്. നമുക്ക് ആ ഡയഗ്രം ഒന്ന് കണ്ടാലോ? ആദ്യം 1s-ൻ്റെ കേസിൽ നോക്കിയേ. 1s ആദ്യം എനർജി കുറവ് 1s ആണ്. ഇത് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇലക്ട്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടത് ഇതാണ്. അത് ഈസിയാണ്. ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ഈ ഇവിടെ എഴുതുന്ന നമ്പർ നമുക്കൊന്ന് നോക്കാം. ആദ്യം നോക്കിയേ 1s ആകുമ്പോൾ പിന്നെ നമുക്ക് 0s ഇല്ല, അതുകൊണ്ട് 0 നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1s ഉള്ളൂ. പിന്നെ 1-ൽ നമുക്കറിയാം വേറെ സബ്ഷെൽസ് ഒന്നും ഇല്ല.
അപ്പോൾ നമുക്ക് അത് നോക്കേണ്ട ആവശ്യം, സബ്ഷെല്ലിൻ്റെ കാര്യം നോക്കേ വേണ്ട. നമുക്ക് ആദ്യം നോക്കുക എന്താണ്, 1 നോക്കാം. അപ്പോൾ ആദ്യം 1-ലായിരിക്കും ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. 1s വന്നു. നെക്സ്റ്റ് നേരെ എനർജി കൂടിയാണ്, എനർജി കൂടി, പിന്നെ എനർജി 2s. രണ്ടാമത്തേലാകുമ്പോൾ രണ്ടും എസ്, രണ്ടിലെന്താണ് എസ്സിൽ വന്നു. ഞാൻ പറഞ്ഞു രണ്ടിൽ എന്തെല്ലാം ഉണ്ട്, എസ്സും പിയും ഉണ്ട്. എസ്സും പിയും നോക്കിയാൽ എസ്സിനാണ് എന്താണ് എനർജി കുറവ്. അതായത് എന്താണ് ഈ പി വാല്യൂ, പി എന്താണ് എസ് പി ഡി എഫ്, എസ്സിന് എന്താണ് എനർജി കുറവാണ്. പിന്നെ പി, പിന്നെ ഡി, പിന്നെ എഫ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് 2s കഴിഞ്ഞതിന് ശേഷം എന്തിലേക്ക് പോവും, നേരെ 2pക്ക് പോവും. 2p കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിൻസിപ്പൾ, പിന്നെ നമ്മൾ നോക്കേണ്ട പ്രിൻസിപ്പൾ. നമ്മൾ എന്ത് നോക്കണം, ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഞാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്താ നോക്കണം, എസ് ആണോ, പി ആണോ, ഡി ആണോ, എഫ് ആണോ എന്നെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു പ്രയോറിറ്റി എന്തിനാണ്, പ്രിൻസിപ്പളിനാണ്. പക്ഷേ ഈ എസ് വരുന്ന സമയത്ത് എസ്സിനേക്കാളും എനർജി, എസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് എനർജി കൂടുതൽ പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം 1s എനർജി കുറഞ്ഞു. എനർജി കുറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തേക്ക് പോയി 2s കഴിഞ്ഞ ശേഷം 2ൽ എന്തുണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്. അപ്പോൾ 2s കഴിഞ്ഞ് നേരെ പോകുന്ന എന്താണ് എനർജി കുറവ് ഏതിനാണ്, 2pക്കാണ്. പിന്നെ പ്രിൻസിപ്പൽ നമ്പർ കൂടുമ്പോൾ എനർജി കൂടി. 3ൽ ഞാൻ എന്തെല്ലാം പറഞ്ഞു, എസ്സും പിയും ഡിയും ഉണ്ട് പറഞ്ഞു. അതിനുശേഷം നേരെ പോയത് പിക്കാണ്. ഞാൻ പറഞ്ഞു എസ് പി ഡി എടുത്തെങ്കിൽ ഡിക്കാണ് എന്ത് എനർജി കൂടുതലാണെന്ന് പറഞ്ഞു. അതിന് 3p കഴിഞ്ഞതിന് ശേഷം നേരെ 4s കഴിഞ്ഞതിന് ശേഷം 3d. അത് എനർജി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എനർജി ലെവൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ എനർജി എന്താണ്, ഓരോന്നിൻ്റെ എനർജി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയോ 3s കഴിഞ്ഞ് 3ൽ എന്തുണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്, എന്തുകൊണ്ട് 3p കഴിഞ്ഞിട്ട് 3d വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിലെന്താണ്, അതെല്ലാം നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എനർജി അനുസരിച്ചാണ് എന്താണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. നമുക്കിത് ബൈ ഹാർട്ട് പഠിക്കാം. 1s കഴിഞ്ഞതിന് ശേഷം 2s ആണ്, 2s കഴിഞ്ഞതിന് ശേഷം 2p ആണ്, 2p കഴിഞ്ഞതിന് ശേഷം എന്താണ് 3s ആണ്, 3s കഴിഞ്ഞതിന് ശേഷം 3p ആണ്, 3p കഴിഞ്ഞതിന് ശേഷം 4s ആണ്, 4s കഴിഞ്ഞതിന് ശേഷം എന്താണ് 3dയിലാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. 4p ആണ്, 5s ആണ്, പിന്നെ 4d ആണ്, 5p ആണ്, 6s ആണ്, 4f ആണ്, 5d. ഇത് നമ്മൾ എന്താണ് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺസ് നമ്മൾക്ക് ഓരോ ആറ്റം തരും. ഇപ്പോൾ ബെറീലിയം തന്നാൽ നമുക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം. നമുക്ക് ബെറീലിയത്തിൽ എന്താണ് 4 അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് അത് ബെറീലിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട്. ബെറീലിയത്തിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഇലക്ട്രോൺസ് ആണ്. നമുക്ക് ഇങ്ങോട്ട് വരാം, ഈ ഡയഗ്രത്തിൽ നോക്കാം. ഏതാണ് അതിൻ്റെ എനർജി ഡയഗ്രാം, 1sഉം 2sഉം ആണ്. അതായത് ആദ്യം ഇലക്ട്രോൺസ് പോകുന്നത് 1sലാണ്, 2 ഇലക്ട്രോൺസ്. അത് എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, 2 ഇലക്ട്രോൺസ് ആണ്. പിയിൽ എത്ര പറഞ്ഞു, 6 ഇലക്ട്രോൺസ് ആണ്. ഡിയിൽ എത്ര പറഞ്ഞു, 10 ഇലക്ട്രോൺസ് ആണ്. എഫിൽ എത്ര, 14 ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1s നോക്കിയാൽ 2 ഇലക്ട്രോൺസ് നമ്മളിവിടെ ഫില്ല് ചെയ്തു. 2 ഇലക്ട്രോൺസ് എവിടെ ഫില്ല് ചെയ്തു, 1sൽ ഫില്ല് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോയി, 2sലേക്ക് പോയി. 2sൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു, അത് 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അപ്പോൾ 1s2 2s2 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ എന്താണ് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സബ് ഷെല്ലിൽ എങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് നോക്കുന്നത്. ഇനി നമുക്ക് ക്ലോറിൻ എടുക്കാം. ക്ലോറിൻ്റെ 17 ആണ്. 17 വരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ നമ്മളിത് നോക്കാം, 1s2 2s2 1s2 2s2 2p6 2p6 ആകുമ്പോൾ എത്ര വന്നു, 6ഉം 4ഉം 10. 10ന് ശേഷം എത്രയുണ്ട്, 7 ഇലക്ട്രോൺസ് വരണം. അപ്പോൾ 3s2 3p5. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. നമുക്കൊരു ട്രിക്ക് നോക്കാം, എങ്ങനെ നമുക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. എന്താ ലാസ്റ്റ് ഏത് സബ്ഷെല്ല് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നമുക്കൊരു ട്രിക്ക് നോക്കിയാലോ. ആദ്യം ഞാൻ പറഞ്ഞു ഇത് എസ് ബ്ലോക്കാണ്, ഇത് പി ബ്ലോക്കാണ്, ഇത് ഡി ബ്ലോക്കാണ്, ഇത് എഫ് ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ആദ്യം എസ് ബ്ലോക്ക് എലമെൻറ്റ് ഞാൻ പറഞ്ഞു ഇതെന്താണ് ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇതിലെന്താണ് എസ്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയായിരിക്കും, എപ്പോഴും 1 ആയിരിക്കും. നമുക്ക് പീരിയോഡിക് ടേബിൾ മനസ്സിലുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അതായത് അതിൽ 1s1 ഹൈഡ്രജൻ എത്ര 1 ഒരു ഇലക്ട്രോൺസ് 1s1. ഇനി ലിഥിയം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് നോക്കിയേ വേണ്ട, നമുക്ക് എത്രയാണ് അടുത്ത് 2s1 3 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത്.
നമുക്ക് ആദ്യം ഇങ്ങനെ ജസ്റ്റ് നോക്കാം ഗ്രൂപ്പ് ഏത് പീരീഡ് ഏതെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ഹൈഡ്രജന് 1s1 ആണ്, ലിഥിയത്തിൽ എന്താണ് 2s1 ആണ്. ജസ്റ്റ് 1s2 ഇപ്പോഴത്തേക്ക് നോക്കണ്ട, 2s1 ആണ്. പിന്നെ സോഡിയം, അതിൻ്റെ താഴെ വരുന്നത് സോഡിയമാണ്. സോഡിയത്തിൽ എന്താണ് 1s2 2s2 2p6 വരും. പക്ഷേ നമുക്ക് എന്തറിഞ്ഞാൽ മതി, 3s1ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുള്ളൂ. പിന്നെന്താണ് പൊട്ടാഷ്യം എടുത്താൽ 4s1 ലാസ്റ്റ് ഇലക്ട്രോൺ 4s-ലായി. അതായത് ഇങ്ങോട്ട് താഴോട്ട്, അതായത് നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്താൽ ഗ്രൂപ്പിന് താഴോട്ട് വരുന്നതിനനുസരിച്ച് ആദ്യം 1ലേക്ക് പോയി. അത് 1 നമ്മുടെ ഏതാണ് ഷെല്ല് 1 ആണ്, കെ ഷെല്ലാണ്. പിന്നെ നമ്മൾ 2 ഷെല്ലിലേക്ക് പോയി, രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോയി. മൂന്നാമത്തത് എന്താണ് എസ് ഇലക്ട്രോൺസ് മൂന്നാമത്തേലേക്ക് പോയി. അടുത്തത് 4ത്തെ എസ് സബ്ഷെല്ലിലേക്ക് പോയി. റുബീഡിയം അതായത് 5ൻ്റെ എസ് സബ്ഷെല്ലിലേക്ക് പോയി. അതുപോലെ സിസിയത്തിൻ്റെ കേസിൽ 6. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ബെറീലിയത്തിൻ്റെ കേസിൽ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു ഇലക്ട്രോൺസ് കൂടിക്കൊണ്ട് പോവുകയാണ്. അത് ഇതിനേക്കാളും എന്താണ് ഒരു ഇലക്ട്രോൺസ് കൂടുന്നു. ഞാൻ പറഞ്ഞു ബെറീലിയത്തിൻ്റെ രണ്ടാമത്തെ ഇലക്ട്രോൺസ് എസ് ഇലക്ട്രോണിലേക്ക് കൂടുകയാണ്. അപ്പോൾ നോക്കാം 1s2 2s2 രണ്ടാമത്തെ ഇലക്ട്രോൺസ് ഏതിലേക്ക് വന്നു 2sലേക്ക് വന്നു. അടുത്തത് താഴോട്ട് വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂസ് കൂടിക്കൊണ്ടേ വരും. അതായത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്നതനുസരിച്ച് പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n-ൻ്റെ വാല്യൂ കൂടിക്കൊണ്ട് വരും. പക്ഷേ എന്താണ് പീരിയഡിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിക്കൊണ്ട് പോകും. ഇപ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് അറ്റോമിക് നമ്പറിനനുസരിച്ച് അതായത് പീരിയോഡിക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് 2s2 വന്നു. അടുത്തത് ബെറീലിയം കഴിഞ്ഞാൽ എന്ത് വരും മാഗ്നീഷ്യമാണ്, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. നമുക്ക് നോക്കാം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം. നമുക്ക് എന്താണ് മുമ്പിലോട്ടൊന്നും അറിയത്തില്ല, എന്താണ് 1s2ലാണോ, നമുക്കതിൻ്റെ എനർജി ലെവൽസ് അറിയില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് ഇത് ഇന്ന ഗ്രൂപ്പിലാണ് വരുന്നത് നമുക്കറിയാം. അത് എസ് ബ്ലോക്കിലാണ് വരുന്നത്, അത് പി ബ്ലോക്കിലാണ് വരുന്നത് ഐഡിയ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ആ ഇലക്ട്രോൺസ് അതായത് രണ്ടാമത്തെ ഇത് ഫസ്റ്റ് ആൽക്കലി മെറ്റലാണ്, അത് ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റിൽ എന്ത് വരും എസ്സിൽ 1 ഇലക്ട്രോൺസ് വരും. രണ്ടാമത്തെ കേസിൽ എസ്സിൽ 2 ഇലക്ട്രോൺസ് വരും. അങ്ങനെ നമുക്ക് താഴോട്ട് വരുന്നതനുസരിച്ച് 3s2 4s2 5s2 6s2. ഇനി നമുക്ക് എന്ത് ചെയ്യാം പി ബ്ലോക്കിലേക്ക് പോകാം. പി ബ്ലോക്ക് നമുക്ക് പഠിക്കേണ്ട ആവശ്യം അധികമില്ല. കാരണം എന്താണ് നമുക്ക് പി ബ്ലോക്കിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ബോറോൺ എന്താണ് ബോറോൺ കഴിഞ്ഞ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. താഴോട്ട് വരുന്നതനുസരിച്ച് ബോറോൺ, അലുമിനിയം, ഗാലുമിനിയം, ടാലിയം അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്ത് പറയാം ബോറോണിൻ്റെ താഴെ വരുന്നത് അലുമിനിയാണ്. അപ്പോൾ എന്താണ് ബോറോണിൽ 1s2 2s2 വന്നു. പിന്നെ എന്താണ് 2s2ൽ എസ്സിൽ എന്താണ് ടോട്ടൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഒക്യുപ്പൈ ചെയ്യൂ. പിന്നെ നമ്മൾ പോകുന്നത് പിയിലേക്കാണ്. അത് രണ്ടാമത്തെ എസ്സും 2ൽ പി 1s കഴിഞ്ഞു. 1ൽ എസ് മാത്രമേ ഉള്ളൂ, 2ൽ എസ്സും പിയും ഉണ്ട്. ഇപ്പോൾ എസ്സിൽ ഇലക്ട്രോൺസ് 2 ഫിൽഡ് ആയി എന്ന് വിചാരിക്കാം. പിന്നെ ഇലക്ട്രോൺസ് പോകുന്ന ഏതിലേക്കാണ് പിയിലേക്കാണ്. ഈ പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും ഞാൻ പറഞ്ഞു 6 ഇലക്ട്രോൺസ് മാക്സിമം അതിനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പിയിൽ ബോറോണിൻ്റെ കേസിൽ ബോറോണിൽ 2p1 വന്നു. അതായത് ബോറോൺ 5 ആണ്, B5 ആണ് അറ്റോമിക് നമ്പർ. നമുക്ക് 1s2 2s2 2 4 5 2p1. ഈ 1s2 2s2 നമുക്ക് ഐഡിയ വേണ്ട, 2p1. ഇനി അടുത്ത് നോക്കാം കാർബണിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു പീരിയോഡിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രോൺസ് കൂടുന്നു. പക്ഷേ ഗ്രൂപ്പിൻ്റെ താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് കൂടുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്നു. പക്ഷേ ഇലക്ട്രോൺസ് അതിൻ്റെ എന്താണ് ഒരേപോലെ, അതായത് എന്തുണ്ട് പിയിലുണ്ടാവുന്ന ഇലക്ട്രോൺസ് എന്താണ് സിമിലർ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. കാരണം എന്താണ് ഇപ്പോൾ ബോറോണിൻ്റെ കേസിൽ 2p1 കിട്ടി, കാർബണിൻ്റെ കേസിൽ ഇലക്ട്രോൺ കൂടി 2p2 വന്നു. നമുക്കറിയാം എത്ര 6 ഇലക്ട്രോൺസ് വേണം ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച്. നൈട്രജൻ്റെ കേസിൽ പിന്നെ എത്ര വരും 1 ഇലക്ട്രോൺസ് കൂടി വരും, അപ്പോൾ 2p3 വരും. ഓക്സിജൻ്റെ കേസിൽ എന്താണ് 8 ആണ്, 1s2 2s2 2p4 ആണ്. പിന്നെ എന്താണ് ഫ്ലൂറിൻ 2p5 ആണ്. ഓക്കെ ഇനി നെക്സ്റ്റ് 2p6 ആണ്. അത് ആകെ എത്രയേ ഉള്ളൂ 6 ഇലക്ട്രോൺസ് മാത്രമേ പി ബ്ലോക്കിലുള്ളൂ. ഇപ്പോൾ ടോട്ടൽ എത്രയായി 2p6 കംപ്ലീറ്റ് ആയി, പി ബ്ലോക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ എന്താണ് താഴോട്ട് വരുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു കൂടും ഇലക്ട്രോൺസ് എന്താണ് പിയിലുള്ള നമ്മൾ ഏത് ബ്ലോക്കാണോ ആ ബ്ലോക്കിലുള്ള എന്തുണ്ട് ഇലക്ട്രോൺസ് എന്തായിരിക്കും സെയിം ആയിരിക്കും ഒരേ ഗ്രൂപ്പിലുള്ളത്. ഓക്കെ അപ്പോൾ നമ്മൾ ബോറോൺ പറഞ്ഞു അലുമിനിയത്തിൽ 3p ആണ്, 4p 5p. ഇപ്പോൾ നോക്കിക്കോ കാർബണിൻ്റെ കേസിൽ 2p2 ആണ്, കാർബണിൻ്റെ എന്നാൽ താഴെ വരുന്നത് സിലിക്കൺ ആണ്, സിലിക്കണിൻ്റെ എന്താണ് 3p2 ആണ്. പിന്നെ എന്താണ് ജെർമേനിയം അതിനെന്താണ് 4. എന്ത് കൂടി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടി, പക്ഷേ പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 2 ഇലക്ട്രോൺസ് തന്നെയുണ്ട്. പിന്നെ നൈട്രജൻ്റെ കേസിലാണ് 2p3 ആണ്,
ഫോസ്ഫറസിൻ്റെ കേസ് നോക്കിയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടി 3 ആയി, പക്ഷേ ഇലക്ട്രോൺസ് എന്താണ് 3 തന്നെയാണ്. അതുകൊണ്ടാണ് P3 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. P2 ഗ്രൂപ്പ്, P4 ഗ്രൂപ്പ്. ഇനി അടുത്തത് എന്താണ്, ഓക്സിജൻ്റെ കേസിൽ P4 ആണ്. അതുപോലെ ഇതിലെന്ത് വരും, 3P4 വരും. ഇതിന് എന്ത് വരും, 4P4 വരും. അതുപോലെ ഫ്ലൂറിൻ്റെ കേസിൽ 2P5 ആണ്. അതായത് 5 ഇലക്ട്രോൺസ് ആണ് പി സബ്ഷെല്ലിൽ കാണപ്പെടുന്നത്. താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് കൂടും, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടും. നമ്മൾ ജസ്റ്റ് ഓർക്കുക, എന്തുണ്ട്, താഴോട്ട് വരുന്ന ഗ്രൂപ്പിൻ്റെ താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് കൂടും, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടും. അതേത് സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസ്, ഇപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ ആ പി ബ്ലോക്ക് എലമെൻറ്റ്സ് സെയിം ഗ്രൂപ്പിലുള്ള പിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം സിമിലർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, ഹീലിയം നമുക്ക് എന്താണ് എക്സെപ്ഷനാണ്. ഹീലിയം എന്താണ് 1s2 ആണ്. പക്ഷേ നിയോൺ നോക്കിക്കോ 2p6. ഇത് പി ബ്ലോക്ക് എലമെൻറ്റ് 2p6 ആണ്. ഇതൊരു ടോട്ടൽ എന്താണ് കംപ്ലീറ്റഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതാണിത്. കാരണം അതെന്താണ്, പിന്നെ റിയാക്ഷനൊന്നും അത്ര നടക്കാനുള്ള ചാൻസ് കുറവാണ് ഈ കേസിൽ. പക്ഷെ എന്നാലും റിയാക്ഷൻ നടത്തുന്നുണ്ട് ഇവർ. നോക്കിക്കോ, ഇപ്പോൾ നിയോണിൻ്റെ കേസിൽ 2p6 ആണ്. താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് കൂടി 3p6. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം, എന്താണ് ഇത് ഏത് ഗ്രൂപ്പിൽ വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ബ്ലോക്ക് ആണെങ്കിൽ എന്താണ് പിയിൽ പിന്നെ താഴോട്ട് വരുന്നതനുസരിച്ച് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്നുണ്ട്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഏത് പീരീഡ് ഏത് ഗ്രൂപ്പ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡി ബ്ലോക്കിൻ്റെ കേസ് നമുക്ക് എടുക്കാം. ഡി ബ്ലോക്കിൻ്റെ D1 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്. 3D സീരീസിൻ്റെ കേസിൽ ഇപ്പോൾ ആദ്യം സ്കാൻഡിയം എടുക്കാം. സ്കാൻഡിയത്തിൽ 1 ഇലക്ട്രോൺസ്. പിന്നെ എന്താണ് ടൈറ്റാനിയത്തിൻ്റെ കേസിൽ 3Dയിൽ എന്തുണ്ട് 2 ഡിയിൽ എന്താണ് ടോട്ടൽ 10 ഇലക്ട്രോൺസ് ആണ്. ടൈറ്റാനിയത്തിൻ്റെ കേസിൽ 3D2, വനേഡിയത്തിൻ്റെ കേസിൽ 3D3, ക്രോമിയത്തിൻ്റെ കേസിൽ 3D4, പിന്നെ മാംഗനീസിൻ്റെ കേസിൽ 3D5. നമ്മൾ ഡി ഇലക്ട്രോൺസ് മെയിൻ ആൻഡ് ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് അതിൻ്റെ എനർജി എന്താണ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാം ഇത് D1 ആണോ, D2, D3, D4, D5 ആണോ എന്ന് നോക്കാം. D10 ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഡി ബ്ലോക്ക് ആണോ എന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് ഡി ഇലക്ട്രോൺസ് ഒന്ന് ഫിൽ ചെയ്യാൻ നോക്കാം. പിന്നെ ബാക്കി നമുക്ക് എനർജി ലെവൽസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അതുപോലെ 4Dയിലും അതേപോലെയാണ്. താഴോട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്യും. പിന്നെ അതിന് അത്രമാത്രം ഐഡിയ ഉണ്ടായാൽ മതി. ജസ്റ്റ് എന്താണ് താഴോട്ട് വരുന്നതനുസരിച്ച് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്നുള്ളൊരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്യാം. അതുകൂടാതെ കുറച്ച് പീരിയോഡിക് പ്രോപ്പർട്ടീസ് നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇങ്ങനെ കെമിസ്ട്രിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.